بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا عبد الله بن مسلمة عن زيد بن أسلم عن عطاء بن يسار عن ابن عباس رضي الله عنهما وعنهم أنه قال النبي صلى الله عليه وسلم أريت النار فإذا أكثر أهلها النساء يكفرن قيل أيكفرن بالله قال يكفرن العشيرة ويكفرن الإحسان لو أحسنت إلى إحداهن الدهر ثم رأت منك شيئا قالت ما رأيت منك خيرا قط. ഈ ഹദീസിൻ്റെ സനദിനെ സംബന്ധിച്ച് അതിൻ്റെ ആശയം എല്ലാം കഴിഞ്ഞ അധ്യായത്തിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഇമാമിങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉണർത്താൻ പോകുന്നത്. ഒന്ന്, ഈ ഹദീസിൻ്റെ വാചകവുമായി ബന്ധപ്പെട്ട ഒന്ന്, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹ്റ സുമ്മ റഅത് മിൻക ശൈഅൻ ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു. അവിടെ ലൗ യഥാർത്ഥത്തിൽ അർഫ് ഇംതിനായിയാണ്, കാലത്ത് ജവാബുമാണ്. അപ്പോൾ ഏത് പ്രകാരമാണ് അർത്ഥം വരിക? അവിടെ ചോദ്യമാണത്. എങ്ങനെ വേണ്ടി വരും? ലൗ ജിതനി ലറഅയ്ത അജബ എന്നൊരാൾ പറഞ്ഞ അർത്ഥം എന്താ? നീ എൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ ലറഅയ്ത നീ കാണുമായിരുന്നു, അജബൻ അത്ഭുതം കാണുമായിരുന്നു. പക്ഷേ നീ എൻ്റെ അടുത്ത് വന്നിട്ടുമില്ല, അത്ഭുതം കണ്ടിട്ടില്ല എന്നല്ല അർത്ഥം വരിക. അപ്പം ഇവിടെയും അങ്ങനെ അർത്ഥം വെക്കണ്ടേന്നാ. അപ്പം എന്താ അർത്ഥം വരിക? നീ അവരിൽപ്പെട്ട ഒരാൾക്ക് കാലം മുഴുവനും ഇഹ്സാൻ ചെയ്തു, പിന്നെ നിന്നിൽ നിന്ന് അവൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ ഓള് എന്ത് പറഞ്ഞു? മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു എന്ന് പറയുമായിരുന്നു. പക്ഷേ നിന്നിൽ നിന്ന് ഇഹ്സാൻ ചെയ്യലോ നിന്നിൽ നിന്ന് അവൾക്ക് ഇഷ്ടമില്ലാത്തതോ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അവൾ പറഞ്ഞിട്ടില്ല എന്നർത്ഥം വരൂലേ? ഇതാണ് ചോദ്യം. എനിക്ക് രണ്ട് മറുപടിയാണ്. ഒന്ന്, ലൗ ഇവിടെ വെറും ഇംതിനായി അല്ല, ഇന്നിൻ്റെ മാനാക്കുള്ള വെറും ഷർത്താണ്. ഇന്നിൻ്റെ അർത്ഥം ലൗവിനുള്ളൂ. ഇപ്പം നീ ഗുണം ചെയ്തു എന്നിട്ട് എന്നിൽ നിന്ന് ഇഷ്ടമില്ലാത്ത വല്ലതും കണ്ടാൽ ഓളിങ്ങനെ പറയും. ലൗ ഷർത്തിൻ്റെ ഇന്നിൻ്റെ മാനാക്കാണ് ഒരർത്ഥം. അല്ലെങ്കിൽ മറ്റൊരർത്ഥം ലൗ ഇംതിനായി തന്നെയാണ്. അപ്പം എന്താ? ലൗലം യഅ്സില്ലാഹ സുഹൈബുൻ ലൗലം യഖഫില്ലാഹ സുഹൈബുൻ. ഒരു ഹദീസിലുണ്ടല്ലോ, സുഹൈബ് അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ ലം യഅ്സി ലൗലം യഖഫില്ലാഹ സുഹൈബുൻ നിഅമൽ അബ്ദു സുഹൈബുൻ ലൗലം യഖഫില്ലാഹ ലം യഅ്സി. അങ്ങനെയാണ്. സുഹൈബ് അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ മാറ് കാട്ടൂല. അതിനർത്ഥം ഭയപ്പെട്ടിട്ടില്ല മാറ് കാട്ടിയിട്ടില്ല എന്നല്ലല്ലോ. അള്ളാനെ പേടിച്ചിട്ടില്ലെങ്കിൽ തന്നെ മാറ് കാട്ടൂല. അപ്പോൾ പേടിച്ചാലോ എന്തായാലും മാറ് കാട്ടൂല എന്നർത്ഥമല്ലേ വരിക? ആ അർത്ഥത്തിനേക്കാണ്. നീ ഗുണം ചെയ്തിട്ടുമില്ല, ഓളിൽ നിന്ന് വടക്കാതെ കണ്ടിട്ടുമില്ലെങ്കിൽ ഓള് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു എന്ന് പറയുമായിരുന്നു. അപ്പം നീ ഗുണം ചെയ്തു, അവൾക്ക് ഇഷ്ടമില്ലാത്ത കണ്ടും ചെയ്ത ഏതായാലും ഓൾ പറയും എന്നർത്ഥം വെക്കണം എന്നും പറഞ്ഞവരുണ്ട്. ഏതായാലും ഷർത്താക്കാണെന്ന് അവിടെ വെക്കാൻ യോജിപ്പുള്ളത്. അത് ചോദ്യത്തിലേക്കുള്ള മറുപടിയായി പറഞ്ഞതാണ്. അപ്പോൾ ലൗ ഷർത്തിൻ്റെ മാനാക്കാണ് എന്ന് വെച്ചാൽ മതി. പിന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഹദീസ് ഇമാം ബുഖാരി
ബുഖാരിയിൽ പല സ്ഥലത്ത് 5 സ്ഥലത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ 5 സ്ഥലത്ത് ചർച്ച ചെയ്തോടത്ത് ബാബു കുഫ്രാനിൽ അഷീർ എന്ന ഈ ബാബിൽ, ഈമാനിൻ്റെ കിതാബിൽ ബാബു കുഫ്രാനിൽ അഷീർ എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഹദീസ്. അതുപോലെ ഇത് വിശദമായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സലാത്തുൽ കുസൂഫിൽ ഇത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. വേറെയും 3 സ്ഥലത്ത്, ആ ടോട്ടൽ ബുഖാരിയിൽ 5 സ്ഥലത്ത് ബയാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രധാനം ശ്രദ്ധിക്കേണ്ട 2 കാര്യമുണ്ട് എന്ന് ഫത്ഹുൽ ബാരി പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്നെന്താ, ഒരേ ഹദീസ്, ദീർഘമായ ഹദീസ്, ഇത് കുസൂഫ് സലാത്തുൽ കുസൂഫിൽ പറഞ്ഞ വിശദമായ ഒരു ഹദീസാണ്. ആ ഹദീസിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തതാണ്. അങ്ങനെ ഒരു വലിയ ഹദീസിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കൽ ജായിസാണ്. അത് അതിൻ്റെ മുമ്പുമായോ ശേഷമുള്ളതുമായോ ബന്ധപ്പെട്ടതല്ലെങ്കിൽ. ഇതാണ് ഇമാം ബുഖാരിയുടെ മദ്ഹബ്. അധികം മുഫസ്സിരീങ്ങളും അങ്ങനെ തന്നെ പറയുന്നത്. അതിൻ്റെ ആശയം തിരിയലിനിക്ക് മുമ്പുള്ളതൊരു വിഷയം വേറെയാണ്, അതിന് ശേഷം വരുന്ന വേറെ സംഭവമാണ്. ഒരു വലിയ ദീർഘമായ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിൽ നിന്നുള്ള ഓരോരോ കാര്യങ്ങൾ എടുത്തു പറയലിനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നതാണ്. ഇവിടെ ഈ ഒരു ഹദീസ്, ഒരു വലിയ ഒരു ഹദീസ് ഒരു സ്ഥലത്ത് പറഞ്ഞു, പിന്നെ അതിൽ നിന്ന് കഷ്ണം മുറിച്ച് ഓരോരോ സ്ഥലത്ത് പറഞ്ഞാൽ, ആവശ്യത്തിനനുസരിച്ച് മുറിച്ച് പറഞ്ഞാൽ, ഇത് ഒരു ഹദീസിൽ എല്ലാം കൂടിയത് ഒരു ഹദീസായിട്ടാണോ എണ്ണേണ്ടത്? അതല്ല, ഓരോരോ ഭാഗത്തും പറഞ്ഞത് വെവ്വേറെ ഹദീസായിട്ടുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ ഈ ഹദീസ് ബുഖാരിയിൽ ദീർഘമായി സലാത്തുൽ കുസൂഫിൽ പറഞ്ഞു, 1052 ഹദീസായിട്ട്. പിന്നെ ഇവിടെ 29 ഹദീസായിട്ട് ഈ ഹദീസ് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഈ 29 പറയുന്ന ഈ ഹദീസ് 1052 പറയുന്ന ഈ ഹദീസായിട്ട് ഇത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 439 ഇത് വരുന്നുണ്ട്, 745 ഇത് വരുന്നുണ്ട്, 3302 ഇത് വരുന്നുണ്ട്, 5197 ഹദീസായിട്ടും ഇത് തന്നെയാണ് വരുന്നത്. ഇതെല്ലാം 5 ഹദീസായി കൂട്ടോ, അതല്ല ഒറ്റ ഹദീസായിട്ടേ വരുള്ളൂ. ഫത്ഹുൽ ബാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമൻ അറാദൽ അഹാദീസ് അല്ലതി ഇസ്തമല അലൈഹിൽ കിതാബു യظن അന്ന ഹദൽ ഹദീസ് ഹദീസാനി ഔ അക്സറ ലിഖ്തിലാഫിൽ ഇബ്തിദാ. ഓരോരോ ഹദീസും തുടങ്ങുന്നത് വ്യത്യാസമായതിൻ്റെ പേരിൽ ഓരോന്നിനെയും വെവ്വേറെ ഹദീസായിട്ട് പലരും എണ്ണലുണ്ട്. വഖദ് വഖഅ ഫീ ദാലിക, ഈ ഒരു വഹ്മിൽ, ഈ ഒരു ധാരണയിൽ പെട്ടുപോയിട്ടുണ്ട്. മന്നക അന്ന ഇദ്ദതഹു ബിഗൈരി തക്റാരിൻ 4000 ഔ നഹുഹാ. ബുഖാരിയിലുള്ള ഹദീസുകളുടെ ആവർത്തനം ഒഴിവാക്കിയാൽ 4000-ഓ 4000-ൻ്റെ ഏകദേശം 4000-ഓ എന്ന് പറഞ്ഞ ആളുകളെല്ലാം അതിൽപ്പെട്ടവരാണ്. ആ പെട്ട ആളുകളിൽപ്പെട്ടവരാണ് ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് മുഹ്യിദ്ദീൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അതുപോലെ അവരുടെ ശേഷം വന്ന അധിക പണ്ഡിതന്മാരും. ബുഖാരിയിൽ ഹദീസ് എത്രയെന്ന് ചോദിച്ചാൽ 4000 ചില്ലാനം, അല്ലെങ്കിൽ 4000, ഈ 4000-ൻ്റെ അടുത്ത് എന്ന് പറയും. ഈ പറയുന്നത് ആവർത്തനം ഒഴിവാക്കിയാൽ തന്നെ, ആവർത്തനത്തോടടക്കം 6000-ൻ്റെ മുകളിലുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 8000 എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ ആവർത്തനം ഒഴിവാക്കിയാൽ ഇങ്ങനെയുള്ള ചില ഹദീസുകളുടെ തുടക്കം ഒന്ന് വേറെ. ഇപ്പം ഈ ഹദീസ് തുടക്കവും അവസാനവും ഒരു മനസ്സിലാകുന്ന വിഷയമാണ്. എന്നാൽ സലാത്തുൽ കുസൂഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണം ഉണ്ടായ മുതൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ആ പ്രസംഗത്തിൻ്റെ ഇടയിൽപ്പെട്ടൊരു വിഷയമാണിത്. അപ്പോൾ തുടക്കവും ഒടുക്കും വ്യത്യാസപ്പെടുമ്പോൾ രണ്ടായി എണ്ണി. അങ്ങനെ 4000 ഹദീസാണ് എന്ന് പറഞ്ഞവർ ഇമാം നവവി, ഇബ്നു സ്വലാഹ് പോലെയുള്ള പ്രമുഖർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ശേഷമുള്ളവർ ഇന്നും പറയില്ല, അങ്ങനെ തന്നെയാണ് അധികാളം. ബുഖാരിയിൽ ആവർത്തനം ഒഴിവാക്കിയ 4000 ഹദീസുണ്ട്.
വലൈസൽ അംറു കദാലിക, കാര്യം അങ്ങനെയല്ല. ബൽ ഇദ്ദതുഹു അല തഹ്രീർ, ബുഖാരിയുടെ ഹദീസ് നേരിട്ട് ക്ലിപ്തമായി തഹ്രീറായി തഹ്കീക്കാക്കി പറയുകയാണെങ്കിൽ അൽഫ ഹദീസിൻ വ 500 ഹദീസിൻ വ 13 ഹദീസ, 2513 ഹദീസ്. ആകെ ബുഖാരിയുള്ള ഹദീസ് എത്ര? 2513 ഹദീസ്. കമാ ബയ്യൻതു ദാലിക മുഫസ്സലൻ ഫിൽ മുഖദ്ദിമ, ഈ വിഷയം വളരെ വ്യക്തമായി വിശദീകരണത്തോടു കൂടെ മുഖദ്ദിമയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഫത്തുൽ ബാരി പറയുന്നു. അസ്കലാനി തങ്ങൾ പറയുന്നു. ഇത് വിശദമായി മുഖദ്ദിമയിൽ നാമും ചർച്ച ചെയ്ത് തന്നെയാണ്. എന്നാൽ ഇവിടെ ഇമാമികൾ ചർച്ച ചെയ്യുമ്പോൾ അതൊന്നും കൂടി ആവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബുഖാരിയുടെ ആവർത്തനം ഒഴിവാക്കിയ ഹദീസുള്ളത് 2513. ഈ ഹദീസുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നാം പറഞ്ഞത്. ഒരു വലിയ ഹദീസിൽ നിന്ന് മുറിച്ചെടുത്ത ഹദീസുകളെ വെവ്വേറെ സ്വന്തം ഒരു ഹദീസായി എണ്ണിക്കൂടാ. അതിലുള്ള വലിയ ഹദീസ് ഒരു ഹദീസായി എണ്ണി ബാക്കിയുള്ളതെല്ലാം അതിൽ നിന്ന് മുറിച്ചെടുത്ത അതിൻ്റെ കഷ്ണങ്ങൾ എന്ന് പറയാനേ പറ്റുള്ളൂ ഹദീസിൻ്റെ ടോട്ടൽ എണ്ണം പറയുമ്പോൾ. അപ്പം ഇമാം ബുഖാരിയിൽ മത്തിന് മാത്രം പരിഗണിക്കുമ്പോൾ ആകെയുള്ള ഹദീസിൻ്റെ എണ്ണമാണ് നാം പറഞ്ഞത് 2513 ഹദീസ്. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇതുപോലെ സിഹാഉ സിത്തൻ്റെ ഹദീസുകൾ മുഴുവനും എണ്ണിയാൽ, അതുപോലെ ലോകത്തിൽ ലഭ്യമായ ഹദീസുകൾ മുഴുവനും എണ്ണിയാൽ അതെല്ലാം പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ എണ്ണമേ ഉണ്ടാവുള്ളൂ. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉൻസിലൽ ഖുർആൻ വ മിസ്ലുഹു മഅഹു, എൻ്റെ മേൽ ഖുർആൻ ഇറക്കപ്പെട്ടു, അതിൻ്റെ മിസിൽ അതോട് കൂടെയുണ്ട്. മിസിൽ എന്നോട് ഉദ്ദേശിക്കുന്നത് ഹദീസിനെ സംബന്ധിച്ചാണ്. പിന്നെ 10 ലക്ഷം 20 ലക്ഷം 1 കോടി ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിനർത്ഥം അതിൻ്റെ സനദിൻ്റെ വൈവിധ്യം പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ അവതരണങ്ങളുടെ മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഇമാമിയങ്ങളുടെ അവതരണത്തിൻ്റെ ശൈലി കൊണ്ട് നോക്കുമ്പോൾ, അതോടുകൂടെ ഹദീസ് സ്വഹാബത്തിൻ്റെ അഖ്വാൽ അഫ്വാൽ ഖിറാത്തിനെ പറ്റി, താബീങ്ങളുടെ അഫ്വാൽ അഖ്വാൽ ഖിറാത്തിനെ പറ്റി ഹദീസ് എന്ന് പറയുമ്പോൾ അതെല്ലാം കൂടുമ്പോഴാണ്, അസറുകളും കൂടി കൂടുമ്പോഴാണ് അത്രയും ലക്ഷക്കണക്കിനുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. സനദിൻ്റെ വൈവിധ്യം കൊണ്ട് നോക്കുമ്പം ഹദീസിൻ്റെ എണ്ണം വ്യത്യസ്തമാകും എന്ന് ഇമാമികൾ പ്രത്യേകം പറയുന്നുണ്ട്. അതാണ് ഈ അടുത്ത ചർച്ച. അതാണ് ഫത്തുൽ ബാരി പറയാണ് ഇവിടെ ചർച്ച ചെയ്യണ രണ്ടാമത്തെ ഫായിദ. അൽ ഫായിദത്തു സാനിയ തഖററ അന്നൽ ബുഖാരിയ ലാ യുഈദുൽ ഹദീസ ഇല്ലാ ലിഫായിദ. ഫത്തുൽ ബാരിയാണ് ഞാൻ വായിക്കുന്നത് 1-ാം ജുസ് 105-ാമത്തെ പേജ്. അവിടെ ഈ വിഷയങ്ങൾ മുഴുവനും ഉണ്ട്. ഇമാം ബുഖാരി ഒരു ഹദീസിനെ ആവർത്തിച്ച് പറയില്ല എന്തെങ്കിലും ഫായിദക്ക് വേണ്ടിയല്ലാതെ. ആ ഫായിദ ചിലപ്പോൾ മത്നിലാകും, ചിലപ്പോൾ ഇസ്നാദിലാകും, ചിലപ്പോൾ രണ്ടിലും ഉണ്ടാകും. 3 രൂപത്തിലുണ്ടാകും ഫായിദ. അത് തന്നെ മത്നിന് മാത്രമാകുമ്പോൾ ആ മത്നിനെ അങ്ങനെ തന്നെ ആവർത്തിച്ച് കൊണ്ടുവരൂല, അതിൽ എന്തെങ്കിലും തസറുഫ് ചെയ്യും. ചിലപ്പോൾ ചില റാവികളുടെ റിവായത്തുകളുള്ള വ്യത്യസ്തതയെ ബയാൻ ചെയ്യാൻ വേണ്ടി ബയാൻ ചെയ്യും. അവിടെ തന്നെ നോക്കണം, മത്തിലുള്ള ഫായിദുള്ളോടത്തേക്ക് തുറുക്ക് കൂടുതൽ, ത്വരീക്കുകൾ കൂടുതലുണ്ടെങ്കിൽ ഓരോരോ ബാബിനിക്കും ഓരോരോ സനദുകളായിരിക്കും പറയുക. ത്വരീക്ക് കുറവാണെങ്കിൽ, തുറുക്കുകൾ ഒരു സനദുകൾ കുറവാണെങ്കിൽ മത്തിനെ ചുരുക്കുകയോ അല്ലെങ്കിൽ ഇസ്നാദിൽ ചെറിയ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യും. ഇസ്നാദിൽ ഒന്നിരിക്കൽ ചുരുക്കുകയോ ചെയ്യും. ഒരു സ്ഥലത്ത് ഹദ്ദസന എന്ന് പറഞ്ഞു മറ്റൊരു സ്ഥലത്ത് അന്നെങ്കിലും ഉപയോഗിക്കും. ഇനി അതുപോലെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ പരിപാടി മുഴുവനും ഈ ഹദീസിൽ ഇമാം ബുഖാരി ചെയ്തിട്ടുണ്ട്. ഇന്നഹു ഔറദഹു ഹുനാ അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ. ഇവിടെ നാം വായിച്ചതുപോലെ
ഈ ഹദീസിനിവിടെ കൊണ്ടുവന്നത് അബ്ദുല്ലാഹിബ്നു മസ്ലമ എന്ന കഅനബിയെ തൊട്ടാണ് മുഖ്തസറായിട്ട്. അലൽ മഖ്സൂദി തർജമ, തർജമനാൽ ലക്ഷ്യമായ എന്തുണ്ടോ അത് മാത്രം വിശദീകരിക്കുക, ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് പറയും. ഇവിടുത്തെ ലക്ഷ്യം ചില ദോഷങ്ങളെ സംബന്ധിച്ച് കുഫ്ർ എന്ന് പറയും എന്നുള്ളതാണല്ലോ, അത് മാത്രം ബന്ധപ്പെട്ട ഭാഗം ഇവിടെ പറഞ്ഞു. പിന്നെ ഇതേ ഹദീസ് കിതാബ് സ്വലാത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫീ ബാബി മൻ സ്വല്ലാ വഖുദ്ദാമഹു നാർ. ഒരു ബാബാണ്, ഒരാൾ നിസ്കരിച്ചു, അവൻ്റെ മുമ്പിൽ തീയുണ്ട്. ആ വിഷയത്തിലും ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ബിയാദൽ ഇസ്നാദി ബിഐനിഹി, ഇതേ ഇസ്നാദോട് കൂടെ കൊണ്ടുവന്നു. ലാകിന്നഹു ലമ്മാ യുഗായിർ, മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരാതെന്നപ്പോൾ ഇഖ്തസറ അലാ മഖ്സൂദി തർജമത്തി മിൻഹു ഫഖത്ത്, ലഫ്ളുകൾക്ക് മാറ്റം വരുത്തിയില്ല, അവിടെ തർജമയുമായി ബന്ധപ്പെട്ടോടത്ത് മാത്രമുള്ള വിഷയം പറഞ്ഞു. സുമ്മ അവറദഹു ഫീ സ്വലാത്തിൽ കുസൂഫി, മൂന്നാമതായി ഇതേ ഹദീസ് സ്വലാത്തുൽ കുസൂഫിൽ ഇമാം ബുഖാരി പറയുന്നുണ്ട്. ബിഹാദൽ ഇസ്നാദി ഫസാഖഹു തമാ താമ, അതും ഇസ്നാദ് തന്നെയാണ്, പക്ഷെ അവിടെ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ബാബു കുഫ്രാനിൽ ലാശയിൽ പറഞ്ഞ അതേ ഇസ്നാദ് തന്നെയാണ് കിതാബു സ്വലാത്തിനും കൊണ്ടുവന്നത്. അതേ ഇസ്നാദ് തന്നെയാണ് സ്വലാത്തുൽ കുസൂഫിനും കൊണ്ടുവന്നത്. സ്വലാത്തുൽ കുസൂഫ് ദീർഘമായി മുഴുവൻ പറഞ്ഞു, ബാക്കിയുള്ള 2 ഭാഗങ്ങളിലും അത് ആവശ്യമുള്ളത് മാത്രം കട്ട് ചെയ്ത് പറഞ്ഞു. പിന്നെ നാലാമത് സുമ്മ അവറദഹു ഫീ ബദ്ഇൽ ഖൽഖി, ബദുൽ കിതാബ് ബദുൽ ഖൽഖി ഇതിനെ പറഞ്ഞു. ഫീ ദിക്രി ശംസി വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും പറയുന്ന സ്ഥലത്ത് അൻ ശൈഖിൻ ഗൈരിൽ കഅനബി, ഇവിടെ കഅനബിയാണ് ഷെയ്ഖ്, കഅനബി അല്ലാത്ത മറ്റൊരു ഷെയ്ഖിനെ തൊട്ട്. മുഖ്തസറൻ അലാ മൗദിഇൽ അജാബ്, ആവശ്യമുള്ള സ്ഥലത്തിൻ്റെ മേൽ മാത്രം ചുരുക്കിയതായിട്ട്. ثم أورده في عشرة النساء عن شيخ غيرهما عن مالك أيضا. ഉസ്റത്തു നിസായിലും ഈ ഹദീസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ അവിടെ കഅനബിയും അല്ല അവിടുത്തെ ഷെയ്ഖ്, മറ്റേ ബാബു ദിക്റു ശംസുൽ ഖമർ പറഞ്ഞ അതേ ഷെയ്ഖും അല്ല, വേറെ ഷെയ്ഖിനെ തൊട്ട് പറഞ്ഞു, മാലിക് ഇമാമിനെ തൊട്ട്. وعلى هذه الطريقة يحمل جميع تصرفه, ഈ ഒരു മാർഗത്തിൻ്റെ മേലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകൾ ആവർത്തിച്ച് കൊണ്ടുവരുമ്പോൾ അവിടെ എല്ലാ തസറുഫും ഇങ്ങനെ അമൽ ചെയ്യപ്പെടണം. ഫലാ യൂജദു ഫീ കിതാബിഹി ഹദീസുൻ അലാ സൂറത്തിൻ വാഹിദ ഫീ മൗദിഇനി ഫസാഇദൻ ഇല്ലാ നാദിറ. ഇമാം ബുഖാരിയുടെ കിതാബിൽ ഒരേ രൂപത്തിൽ 2 കൂടുതലോ സ്ഥലത്ത് ഒരു ഹദീസിനും കാണൂല. ഒറ്റപ്പെട്ടതില്ല എന്നതിനർത്ഥമല്ല, നാദിറായിട്ടല്ലാതെ അധികവും എന്തെങ്കിലും മാറ്റങ്ങൾ മത്നിലോ ഹദീസ് മത്നിലോ അല്ലെങ്കിൽ സനദിലോ ഉണ്ടാകും. വല്ലാഹുൽ മുവഫിഖ്. ഈ വിഷയം വളരെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ബുഖാരി ഇമാമ് കുറേ ആവർത്തനത്തോടു കൂടെ വലിയൊരു കിതാബാക്കി കാഴ്ചയിലേ ഉള്ളൂ, സംഗതി ഇത് കുറച്ചുള്ളൂ എന്ന് പറയുന്നവർക്ക് പറയാൻ പറ്റുന്ന മറുപടിയാണിത്. അള്ളാഹു ഇമാം ബുഖാരിയുടെ ഖദർ അനുസരിച്ച് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ.